ഈ പറയുന്ന കോൺഗ്രസ്സുകാർ ചലഞ്ച് ചെയ്തിട്ട് തന്നെയാണ്, അബിൻ വർക്കി അടക്കമുള്ളവർ ചലഞ്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ചോദിക്കുമ്പോഴെല്ലാം കൃത്യമായ കണക്കുകളുണ്ട് ഇവരുടെ കയ്യിൽ. പക്ഷെ മറിച്ച് അങ്ങോട്ട് ചോദിക്കുമ്പോൾ അരി എത്ര ചോദിക്കുമ്പം പയറഞ്ഞാഴി, ഇതാണ് മറുപടി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, DYFI പോലുള്ള ഒരു സംഘടനയ്ക്ക് ഇത്രയും ഈ നിസ്സാരമായ കാര്യങ്ങൾ, ഇപ്പോൾ ആക്രി ബെറ്റും ഇറുക്കിയും ഒക്കെ 20 കോടി സമാഹരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത്ര തന്നെ പ്രബലമായ ഒരു പാർട്ടിയല്ലേ ഇവർ സ്വാഭാവികമായും ആപ്പ് രൂപീകരിച്ച് അതിലൂടെ ഈ ജനങ്ങളുടെ ജനജീവിത ദുരിതം കാണിച്ചുകൊണ്ടും കണ്ണീര് കാണിച്ചു മാത്രമായിരിക്കില്ലേ കാശ് പിരിച്ചിരിക്കുക. അപ്പോൾ എത്ര കോടി കിട്ടിയിരിക്കും സ്വാഭാവികമായും? ആ കണക്കില്ല. അതാണ് ചോദിക്കുന്നത്. എങ്കിലും ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്, എൻ്റെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും, സനീഷിന് എത്രയുണ്ട് എന്ന് പറയാൻ പറ്റും. എല്ലാവർക്കും ഇത് പറ്റുന്നേ. അതിൽ തന്നെ അവസാനം ഈ കണക്കുകൾ നിരന്തരം ചോദിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ VD സതീശൻ പറഞ്ഞു, എൻ്റെയും KPCC പ്രസിഡൻറ്റിൻ്റെയും അക്കൗണ്ടിലാണ് ഈ പൈസ വന്നിരിക്കുന്നത്, ജോയിൻ്റ് അക്കൗണ്ടാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലായി. എന്നിട്ട് അവർക്ക് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്നില്ല. അതിൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇത്ര ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ ഭൂമി വാങ്ങിയതിലുള്ള ചില പ്രശ്നങ്ങൾ, പ്രകാരമുള്ള പ്രശ്നങ്ങൾ, നമ്മളിപ്പോൾ തന്നെ അതിൻ്റെ കണക്കുകൾ പറയുന്നു, പുതിയ ആരോപണങ്ങൾ വരുന്നു. അതിനെയും നിഷേധിക്കുകയെങ്കിലും ചെയ്യണം. അതിനു പകരം എന്ത് ചെയ്യുന്നു? പാടെ അങ്ങ് അവഗണിക്കുന്ന ആ ചോദ്യം, അത് വേണ്ട, മൈക്കങ്ങ് മേടിച്ചു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്കത് മനസ്സിലായിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഇത്രയും പ്രിവിലേജുള്ള ഒരു വിഭാഗം, ഇത്രയും പ്രിവിലേജുള്ള കോൺഗ്രസ്സുകാർ നേതാക്കൾ കേരള സമൂഹത്തിൽ വേറെയില്ല. കാരണം അവർക്ക് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് നിരാകരിക്കാം. തിരിച്ചാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഒരു അവസ്ഥ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്നലെ തന്നെ ഈ പറയുന്നത് പോലെ രാജു P. നായർ എന്ന് പറഞ്ഞ ഒരാൾ, ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ്, അത്രയധികം വികാര വിക്ഷോഭമായിരുന്നു ആ സ്ക്രീനിൽ മുഴുവൻ കാണിച്ചുകൊണ്ടിരുന്നത്. M. സ്വരാജ് ഒരു ഘട്ടത്തിൽ വിളിച്ച ശവന്തൂക്കി എന്നുള്ള വീടിൽ അത്രയധികം കൊണ്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആർക്കായാലും കൊണ്ടുപോകും, സ്വാഭാവികമായും മനസാക്ഷിയുള്ള ആർക്കായാലും കൊള്ളും. പക്ഷേ അതിൻ്റെ ബലത്തിൽ അത് തിരിച്ചു വിളിക്കാൻ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ധൈര്യം എന്നുള്ളത് ഈ പാർട്ടീൻ്റെ അടുത്തും കണക്കുണ്ടാവില്ല എന്നുള്ള ധാരണയാണ്. പക്ഷേ അരമണിക്കൂറിനുള്ളിൽ ജനറൽ സെക്രട്ടറി ആ കണക്ക് വിട്ടതോടുകൂടി അങ്ങനെയില്ല. പക്ഷേ അങ്ങനെ ഒരു അവസരമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ആ വെല്ലുവിളിയിലാണ് ആ കണക്കുകൾ മുഴുവൻ വന്നത്. അപ്പോൾ എല്ലാ കണക്കുകളും മുഖ്യധാരയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഒരു പരസ്യവാചകമാണ് പൊതുജനം കഴുതയല്ല എന്നുള്ളത്. ഇത്തവണ മുഴുവനായും എല്ലാ TV-യിലും പരസ്യങ്ങളുമായിട്ട് പോകുന്നതാണ്. പൊതുജനം കഴുതയല്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും അവർ മനസ്സിലാക്കുകയും അങ്ങനെയല്ല, ഇനി അങ്ങനെയാണെങ്കിൽ തിരിച്ചത് ചോദിക്കുകയും ചെയ്യും. നിങ്ങളെന്താ ഇങ്ങനെയാണോ എന്ന് ജനങ്ങൾ ഇവിടെ ചോദിക്കുകയും ചെയ്യുന്നു. അത് വോട്ടിലൂടെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക.